തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഗുരുതരമായ ആരോപണമായി രാഹുൽ ഗാന്ധി രംഗത്ത് വന്നിരിക്കുകയാണ്. 70 വയസ്സ് പ്രായമുള്ള ആൾ കന്നി വോട്ടറായി വരുന്നു എന്ന ആരോപണം പോലും രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ലോക്സഭാ പ്രതിപക്ഷ നേതാവാണ് രാഹുൽ ഗാന്ധി. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഉന്നയിക്കുന്ന ആരോപണം അത് വളരെ ഗൗരവമുള്ളതാണ്. അതിന്റെ ഒരു ഗൗരവം നമുക്ക് കാണേണ്ടതുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ, കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ അതിഗുരുതരമായ ആരോപണമാണ് രാഹുൽ ഗാന്ധി ഇന്ന് ഉന്നയിച്ചിരിക്കുന്നത്. ഡൽഹിയിൽ അദ്ദേഹം ഒരു വാർത്താ സമ്മേളനം വിളിച്ച ഒരു പ്രസന്റേഷൻ പോലെയാണ് അദ്ദേഹം അതിന്റെ തെളിവുകൾ അക്കമിട്ട് നിരത്തിക്കൊണ്ട് എങ്ങനെയൊക്കെയാണ് ഇത്തരത്തിൽ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ BJP-യുമായിട്ട് ചേർന്ന് വോട്ട് മോഷ്ടിക്കുന്നു എന്നതാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു ആരോപണം. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ BJP-ക്കൊപ്പം ചേർന്നുകൊണ്ട് വോട്ട് മോഷ്ടിക്കുന്നു, അങ്ങനെ BJP-യെ ജയിപ്പിക്കുന്നു എന്നതാണ് ഈ രാഹുൽ ഗാന്ധിയുടെ പ്രധാനപ്പെട്ട ആരോപണം. ആ ആരോപണത്തെ സാധൂകരിക്കാനാണ് അദ്ദേഹം നിരവധി രീതിയിലുള്ള തെളിവുകൾ ഈ പ്രസന്റേഷനിൽ അദ്ദേഹം ഹാജരാക്കുന്നുണ്ട്. അദ്ദേഹം ഏറ്റവും പ്രധാനമായിട്ടും പറയുന്നത് മഹാരാഷ്ട്ര, കർണാടക ഈ രണ്ട് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ്. അത് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒപ്പം തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഏതൊക്കെ തരത്തിൽ എങ്ങനെയൊക്കെ ഈ കൃത്രിമം ഇവിടെ നടക്കപ്പെട്ടു, അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിൽ കാര്യമായ പങ്കുണ്ട് എന്നത് അദ്ദേഹം സമർത്ഥിക്കുകയാണ് ചെയ്തത്. എക്സിപ്പോളുകളെക്കാൾ ഒരുപാട് വ്യത്യാസം തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നപ്പോൾ വന്നു എന്ന് രാഹുൽ ഗാന്ധി പറയുന്നുണ്ട്. അതും കർണാടകയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഫലമാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. കാരണം നമുക്കറിയാം, ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു ഒപ്പീനിയൻ പോളൊക്കെ വന്നപ്പോൾ പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസിന് വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്നുള്ള പ്രവചനം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും കർണാടകയിൽ കോൺഗ്രസ് ഭരിക്കുകയാണ്. ആ സാഹചര്യത്തിൽ അവിടെ ഏതാണ്ട് 16 സീറ്റുകൾ വരെ കോൺഗ്രസ് നേടുമെന്നാണ് പല എക്സിറ്റ് പോളുകളും പല ഒപ്പീനിയൻ പോളുകളും പ്രവചിച്ചിരുന്നത്. ആ രീതിയിൽ കോൺഗ്രസ് അവിടെ വർക്ക് ചെയ്തിരുന്നു. അവരും പ്രതീക്ഷിച്ചിരുന്നു കർണാടകയിൽ നിന്നും നല്ലൊരു റിസൾട്ട് ഉണ്ടാകുമെന്ന്. എന്നാൽ റിസൾട്ട് വന്നപ്പോൾ വലിയൊരു തിരിച്ചടി കോൺഗ്രസിനുണ്ടായി. അവിടെ BJP വലിയ ഒരു മുന്നേറ്റം ഉണ്ടാക്കി. നമുക്ക് നോക്കണം, 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 136 സീറ്റുകളുമായിട്ട് അധികാരത്തിൽ വന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. അപ്പോൾ ആ ഒരു ആത്മവിശ്വാസം അവർക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ അത് ഉണ്ടാകുന്നില്ല. അവിടെ BJP വലിയ മുന്നേറ്റം നടത്തുന്നു. അപ്പോൾ അത് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. അവിടെ ഒരു ലോക്സഭാ മണ്ഡലം, അതായത് ബാംഗ്ലൂർ സെൻട്രൽ എന്ന് പറയുന്ന ഒരു ലോക്സഭാ മണ്ഡലത്തിന്റെ റിസൾട്ടാണ് അദ്ദേഹം ഇതിനെ ഒരു അടിസ്ഥാനമായിട്ട് എടുക്കുന്നത്. അതിൽ അദ്ദേഹം അതിന്റെ 7 നിയമസഭാ മണ്ഡലങ്ങൾ ചേർന്നാണല്ലോ ഒരു ലോക്സഭാ മണ്ഡലം ഉള്ളത്. അപ്പോൾ ഈ ബാംഗ്ലൂർ സെൻട്രൽ ലോക്സഭാ മണ്ഡലത്തിലെ ഒരു നിയമസഭാ മണ്ഡലം എടുത്തുകൊണ്ട് അദ്ദേഹം ഈ തെറ്റുകൾ അല്ലെങ്കിൽ ഈ വന്നിരിക്കുന്ന പിശകുകളെല്ലാം തന്നെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ആ ലോക്സഭാ മണ്ഡലത്തിൽ BJP ആണ് ജയിക്കുന്നത്. അവിടെ BJP-യുടെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് 32,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് ആ ലോക്സഭാ മണ്ഡലത്തിലുള്ളത്. അതിനകത്തുള്ള ഒരു മഹാദേവപുര എന്ന് പറയുന്ന നിയമസഭാ മണ്ഡലം, അത് അദ്ദേഹം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ആ നിയമസഭാ മണ്ഡലത്തിൽ ഏതൊക്കെ തരത്തിൽ ക്രമക്കേടുകൾ നടന്നു എന്ന് പറയുന്നുണ്ട്. ബാക്കി 6 ഈ ലോക്സഭാ മണ്ഡലത്തിന് കീഴിൽ വരുന്ന ബാക്കി 6 നിയമസഭാ മണ്ഡലങ്ങളിലും കോൺഗ്രസിനാണ് മേധാവിത്വമുള്ളത്. ആ ലീഡിൽ നിൽക്കുമ്പോൾ കോൺഗ്രസ് അവിടെ വിജയം ഉറപ്പാക്കുന്ന സമയത്താണ് ഈ മഹാദേവപുര എന്ന് പറയുന്ന നിയമസഭാ മണ്ഡലത്തിൽ BJP ഏതാണ്ട് 1,14,000-ലധികം വോട്ടുകളുടെ മറ്റ് 6 മണ്ഡലങ്ങളിലും പുറകിൽ പോകുന്ന പാർട്ടി ഈ മണ്ഡലത്തിൽ മാത്രം അതാണ് പറയുന്നത്. അദ്ദേഹം അത് തെളിവുകൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. 1,14,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷം വരുന്നു. അങ്ങനെയാണ് അവിടെ കോൺഗ്രസിന്റെ മറ്റ് 6 മണ്ഡലങ്ങളിലെയും ലീഡിനെ മറികടന്നുകൊണ്ട് ഏതാണ്ട് 32,000-ഓളം വോട്ടുകൾക്ക് BJP അവിടെ ജയിക്കുന്നത്. അവിടെ ഈ രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടുന്നത് അവിടെ പല സ്ഥലങ്ങളിൽ ആ മണ്ഡലത്തിൽ നിരവധി വ്യാജ വോട്ടുകളുണ്ട്. ഒപ്പം തന്നെ ഒരു ആൾക്ക് തന്നെ ഒന്നിലധികം വോട്ടുകളുണ്ട്. ഒപ്പം തന്നെ ഈ പറയുന്ന പോലെ 70 വയസ്സ് കഴിഞ്ഞവരൊക്കെ തന്നെ കന്നി വോട്ടർമാർ എന്ന നിലയിലേക്ക് കയറി വരുന്നു. അതുപോലെ പലരുടെയും വോട്ടർമാരുടെ പിതാവിന്റെ അക്ഷരങ്ങൾ പിതാവിന്റെ പേരുടെ സ്ഥാനത്ത് വെറും ഇംഗ്ലീഷ് അക്ഷരം മാത്രമാണ് DFGH. അങ്ങനെയൊക്കെയുള്ളതാണ്. വീട്ടു നമ്പർ എന്ന് പറയുന്നത് 0. ഒരു അപ്പാർട്ട്മെന്റിൽ തന്നെ അല്ലെങ്കിൽ ഒരു വിലാസത്തിൽ തന്നെ 60-70 വോട്ടർമാരുണ്ട്. അങ്ങനെയൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. ഈ ഒരു വിലാസത്തില് 60-70 വോട്ടർമാരുടെ കാണുമ്പോൾ അവരവിടെ ചെന്ന് അന്വേഷിച്ചു. ഇതിന് പ്രത്യേകമായിട്ടുള്ള ടീമിനെ കോൺഗ്രസ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വം സജ്ജമാക്കിയിട്ട് വളരെ മികച്ച രീതിയിൽ അവർ പ്രവർത്തനം നടത്തിയിട്ടുണ്ട് ഇത് കണ്ടുപിടിക്കാനായിട്ട്. അങ്ങനെ ആ സ്ഥലത്ത് ചെല്ലുന്നുണ്ട്. അവിടെ ചെല്ലുമ്പോൾ അങ്ങനെ ആരുമില്ല, ഒരു കുടുംബം മാത്രമേ ഉള്ളൂ, 4-5 പേരുള്ള കുടുംബം മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെയുള്ളവരെ അവർക്ക് അറിയത്തില്ല. അത്തരം കാര്യങ്ങളാണ് അവർക്ക് ബോധ്യപ്പെട്ടത്. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ പലതരത്തിലുള്ള മാൽ പ്രാക്ടീസുകളും ഇതിനകത്ത് നടന്നു. അങ്ങനെയാണ് അവിടെ ഈ പറയുന്ന പോലെ കണ്ട് ആ മണ്ഡലത്തിൽ മാത്രം 1,14,000-ഓളം വോട്ടുകളുടെ ആ ഭൂരിപക്ഷം BJP-ക്ക് ഉണ്ടാകുന്നത്. അങ്ങനെ അവിടെ ജയിക്കുന്നത്. അങ്ങനെ അതൊരു
ഒരു മണ്ഡലത്തിന്റെ മാത്രം ഉദാഹരണമാണ് അദ്ദേഹം എടുത്ത് കാണിക്കുന്നത്. അങ്ങനെ കർണാടകയിൽ BJP 16ഓളം സീറ്റുകളിൽ ജയിക്കുന്ന സാഹചര്യം ഉണ്ടായത് അങ്ങനെയാണെന്ന് പറയുന്നു. ഒപ്പം തന്നെ മഹാരാഷ്ട്രയിലും സമാനമായ രീതിയിലുള്ള തട്ടിപ്പുകൾ ഇവിടെ നടന്നുവെന്നും രാഹുൽ ഗാന്ധി സമർത്ഥിക്കുന്നുണ്ട്. സർക്കാർ വിരുദ്ധ വികാരമുള്ള സ്ഥലങ്ങളിൽ പോലും BJP വിജയിക്കുന്നത് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അതും ഈ വോട്ടിന്റെ തട്ടിപ്പ് അല്ലെങ്കിൽ ഇരട്ട വോട്ടുകൾ പോലുള്ള രീതിയിലാണെന്നല്ലേ രാഹുൽ ഇപ്പോ? അതെ, തീർച്ചയായിട്ടും. നമ്മൾ ഈ മഹാരാഷ്ട്രയിലെ കാര്യം പറയുകയാണെങ്കിൽ, മഹാരാഷ്ട്ര നമുക്കറിയാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ 48 സീറ്റുകളുള്ള ഒരു സംസ്ഥാനമാണ്. അവിടെ ഇന്ത്യ സഖ്യമാണ് മത്സരിച്ചത്. കോൺഗ്രസ്, NCP ഉൾപ്പെടെയുള്ള, ശിവസേന ഉൾപ്പെടെയുള്ള പാർട്ടികൾ ചേർന്ന ഇന്ത്യ സഖ്യം. ആ ഇന്ത്യ സഖ്യം അവിടെ 31 സീറ്റുകളിൽ വിജയിച്ച് വലിയ രീതിയിലുള്ള മുന്നേറ്റം നടത്തി. BJPക്കും NDAക്കും വലിയൊരു തിരിച്ചടിയാണ് അവിടെ ഉണ്ടായത്. കാരണം അവിടെ വലിയൊരു വിജയമാണ് അവർ പ്രതീക്ഷിച്ചത്. എന്നാൽ ഇന്ത്യ സഖ്യം എല്ലാ പ്രതീക്ഷകളെയും തകിടം മറിച്ചുകൊണ്ട് വലിയൊരു മുന്നേറ്റമാണ് നടത്തി 31 സീറ്റുകൾ വിജയിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. അത് കഴിഞ്ഞ് 5 മാസങ്ങൾക്ക് ശേഷമാണ് അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. പക്ഷേ ആ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും ഇന്ത്യ സഖ്യവും തൂത്തെറിയപ്പെടുന്ന കാഴ്ച കണ്ടു. കോൺഗ്രസ് ഒക്കെ 20-ൽ താഴെ സീറ്റുകൾ മാത്രമാണ് ഇരുന്നത്. ആ സഖ്യത്തിന് തന്നെ 50 സീറ്റുകൾ തികയ്ക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ രാഹുൽ ഗാന്ധി അവിടെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ 5 വർഷമായിട്ട് ചേർത്ത വോട്ടർമാരുടെ കൂടുതൽ വോട്ടുകൾ ഈ 5 മാസം കൊണ്ട്, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള 5 മാസം കൊണ്ട് അവിടെ ചേർക്കപ്പെട്ടു. എന്നിട്ട് 40 ലക്ഷത്തിലധികം വോട്ടുകളുടെ ഒരു തിരിമറി അവിടെ നടന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒപ്പം തന്നെ ആകെയുള്ള, ഇപ്പോൾ നമുക്ക് ഈ പ്രായപൂർത്തിയായവർക്ക് മാത്രമാണ് വോട്ടവകാശമുള്ളത് ഒരു ഈ രാജ്യത്ത്. അപ്പോൾ ആ സംസ്ഥാനത്തെ പ്രായപൂർത്തിയായവരുടെ എണ്ണം എടുത്താൽ അതിൽ കൂടുതൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ ആളുകളുണ്ട്. മൊത്തം വോട്ടർമാരുടെ എണ്ണം എടുക്കുകയാണെങ്കിൽ പ്രായപൂർത്തിയായ എത്ര പേരാണോ അതിലും കൂടുതൽ ആളുകൾ വോട്ടർമാർ ആയിട്ട് വോട്ടേഴ്സ് ലിസ്റ്റിൽ. അത് എങ്ങനെ വന്നു എന്നുള്ള സംശയമുണ്ട്. അങ്ങനെയുള്ള നിരവധി പ്രശ്നങ്ങളാണ് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടുന്നത്. രാഹുൽ ഗാന്ധി ചോദിക്കുന്ന ഓരോ ചോദ്യവും ജനങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. തീർച്ചയായിട്ടും നമുക്കറിയാമല്ലോ, കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് ഈ പറയുന്നത് പോലെ തെരഞ്ഞെടുപ്പുകളിലെ അട്ടിമറി സംബന്ധിച്ചുള്ള വാർത്തകളും അല്ലെങ്കിൽ ആരോപണങ്ങളും ഒക്കെ നിരന്തരം ഉന്നയിക്കപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ഈ കോൺഗ്രസ് ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു ഉദ്ദേശവുമായിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ലക്ഷ്യവുമായിട്ട് അത് മുന്നിട്ടിറങ്ങിയത് ഈ ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. അവിടെയുള്ള ഈ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്നും പലരെയും വോട്ടർമാരെ ഒക്കെ തന്നെ ഒഴിവാക്കാനുള്ള ഒരു നീക്കം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് നിന്നും നടക്കുന്നുണ്ട്. അതിനെതിരെ വലിയ പ്രതിഷേധം ഈ കോൺഗ്രസിന്റെ ഉൾപ്പെടെ ഭാഗത്ത് നിന്നും അവിടെ ഉണ്ടാകുന്നുണ്ട്. ആ പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ ആരോപണങ്ങൾ, അവിടെ ഉന്നയിച്ച ആരോപണങ്ങളൊന്നും തന്നെ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിക്കുന്നില്ല. ആ ആരോപണങ്ങളെല്ലാം തള്ളിക്കളയുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ആ സാഹചര്യത്തിലാണ് ഇങ്ങനെ തെരഞ്ഞെടുപ്പിൽ അട്ടിമറികൾ നടക്കുന്നുണ്ട്, കൃത്രിമത്വം ഈ വോട്ടേഴ്സ് ലിസ്റ്റിൽ നടക്കുന്നുണ്ട് എന്ന് തെളിയിക്കാനായാണ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ 6 മാസമായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒരു ഫലമെന്ന നിലയിലാണ് അദ്ദേഹം താൻ കണ്ടെത്തിയ കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഏതൊക്കെ രീതിയിലാണ് ഇവിടെ ഈ കൃത്രിമം നടക്കുന്നത് എന്ന് അദ്ദേഹം ഇന്നത്തെ ആ ഒരു പ്രസന്റേഷനിലൂടെ ഇന്ത്യയിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ BJPക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നു എന്ന് ഒരു സാഹചര്യം നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാമല്ലോ. കാര്യം ഇത്രയും കണക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നത് ഒരു വിശ്വസനീയമായ കാര്യമല്ലല്ലോ. തീർച്ചയായിട്ടും അതാണ് രാഹുൽ ഗാന്ധി പ്രധാനമായിട്ടും ഉന്നയിക്കുന്നത്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ BJPയോടൊപ്പം ചേർന്നുകൊണ്ട് വോട്ടുകൾ മോഷ്ടിക്കുന്നു എന്നതാണ് ഇന്ന് ഈ രാഹുൽ ഗാന്ധി ഉന്നയിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം. BJPക്കെതിരെ മാത്രമല്ല, കേന്ദ്ര തെരഞ്ഞെടുപ്പ്, നമുക്കറിയാം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമന മഹോദരൻ എന്ന് പറയുന്നത് രാഷ്ട്രീയമായ നിയമനമാണ്. അതിൽ സുപ്രീം കോടതി ഒരു വിധി കൊണ്ടുവന്നപ്പോൾ ആ വിധിയെ മറികടന്നുകൊണ്ട് നിയമനിർമ്മാണം നടത്തുകയും ഈ കേന്ദ്ര തെരഞ്ഞെടുപ്പ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഒക്കെ നിയമിക്കാനുള്ള അധികാരം തങ്ങളിലേക്ക് വരുത്തുകയും ഒക്കെ ചെയ്ത് നരേന്ദ്രമോദി സർക്കാർ അങ്ങനെ പല നീക്കങ്ങളും നടത്തിയതാണ്. ആ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലുള്ള അതിരൂക്ഷമായ വിമർശനങ്ങൾ ഈ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുനിന്നും അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും ഒക്കെ ഉണ്ടാകുന്നത്.